ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ യു കെ റീൽസ് വിത്ത് അന്നക്കുടി. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുടി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഈ ഒരു ജസ്റ്റ് ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ട് പോയോ? വർഷം മാതാപിതാക്കൾ അടച്ചത് റെക്കോർഡ് പിഴ. കഴിഞ്ഞ അധ്യയന വർഷം 4,43,322 പൗണ്ടാണ് ഇത്തരത്തിൽ വിവിധ കൗൺസിലുകൾക്ക് മാതാപിതാക്കൾ പിഴയായി നൽകിയിരിക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി മാതാപിതാക്കളാണ് ഇത്തരത്തിൽ കുട്ടികളുമായി ദീർഘകാല അവധിക്ക് പോകുന്നവരിലേറെയും. 2016-17 അധ്യയന വർഷത്തിലാണ് അനധികൃതമായി സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ അവധിക്ക് കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് പിഴ വിധിക്കാൻ സർക്കാർ ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയുമായിട്ട് കണക്ട് ചെയ്തൊരു ജോബാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലറിക്കൽ ഓഫീസർ ആയിട്ടാണ് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അറ്റൻഡൻസ് ആണ്. അപ്പം ഞാൻ അറ്റൻഡൻസിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അപ്പം നീ എന്താ ചെയ്യാറ്, നീ ഓരോ ക്ലാസ്സിലും പോയി അറ്റൻഡൻസ് എടുക്കുമെന്ന്, അല്ലെങ്കിൽ ചുമ്മാ അറ്റൻഡൻസ് വരുന്നത് അപ്ഡേറ്റ് ചെയ്യുവാണ്, എന്താണെന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പാരൻസ് നമുക്ക് മെസ്സേജസ് അയക്കാറുണ്ട്, മേ ബി ഒരു ആപ്പ് ത്രൂ മെസ്സേജസ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ വോയിസ് മെയിൽ അയക്കാറുണ്ട്, അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് നമ്മളെ ഇൻഫോം ചെയ്യാറുണ്ട് കുട്ടി ആബ്സെന്റ് ആണെന്നുള്ള കാര്യം. നമ്മളുടെ സ്കൂളിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇവിടുത്തെ അറ്റൻഡൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പീരീഡിലും നമ്മൾ അറ്റൻഡൻസ് എടുക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, മോർണിംഗ് രജിസ്ട്രേഷന്റെ സമയത്തും ആഫ്റ്റർനൂൺ രജിസ്ട്രേഷനും നമ്മൾ അറ്റൻഡൻസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കുട്ടി മോർണിംഗിലും മോർണിംഗ് രജിസ്ട്രേഷനിലും അതുപോലെ ആഫ്റ്റർനൂൺ രജിസ്ട്രേഷനിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് 100% അറ്റൻഡൻസ് കിട്ടുള്ളൂ. ഒരു ദിവസം വന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കൂളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് ഒരു അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഓരോ പീരീഡിലും അറ്റൻഡൻസ് എടുക്കുന്നുണ്ടാവും. പ്ലസ് മോർണിംഗും ആഫ്റ്റർനൂണും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് 100% കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ 50% മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ കവർ ടീച്ചേഴ്സ് ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല സിസ്റ്റത്തിൽ അറ്റൻഡൻസ്. അപ്പൊ അതെനിക്ക് തരാറുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ വരുന്ന ആബ്സെന്റ് മെസ്സേജസിൽ നിന്നൊക്കെ എന്താണ് റീസൺ എന്ന് അനലൈസ് ചെയ്തിട്ട്, അതായത് ഓരോ റീസണും നമ്മൾ ഓരോ കോഡുകളായിരിക്കും കൊടുക്കുക. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഏകദേശം ഒരു 50-60 ആബ്സെൻസ് എന്തായാലും ഡെയിലി വരാറുണ്ട്. അപ്പൊ ഈ മെസ്സേജസും കാര്യങ്ങളും ഒക്കെ റിസീവ് ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് കൊടുക്കുക. പ്ലസ് അതിനൊരു കമന്റ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും, അതിന്റെ റീസൺ എന്താണെന്ന്. അതുപോലെ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതനുസരിച്ച് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും. വരുന്ന മെയിലിനാണെങ്കിലും ഫോൺ കോളിനാണെങ്കിലും ഒക്കെ ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ സിനാരിയോ ബേസ്ഡ് ആണ്. ഒരു പ്രത്യേക ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഉണ്ടാവില്ല, ഇന്ന സംഭവത്തിന് ഇന്ന റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറ്റി മാറ്റി ഇങ്ങനെ മെയിൽ അയക്കുന്നുണ്ടാവും. ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് ചെന്ന ഉടനെ ചെയ്യുന്ന കാര്യം. ഈ അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ചിലപ്പം രജിസ്റ്ററിൽ ചില ഇറർ ഉണ്ടാവും. അതൊക്കെ ക്ലാസ് റൂം ചെക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ പോയി കുട്ടികളുണ്ടോ എന്ന് കൺഫേം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റുഡന്റ് ഉണ്ടാവും, ഒരു ഡേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റുഡന്റിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടീനെ വിട്ടിട്ട് ഈ ക്ലാസ് റൂം ചെക്സ് ഒക്കെ നടത്താറുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്യുന്നൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കാര്യമാണ് ടേം ടൈം ലീവ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ടേം ടൈം ലീവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കുറച്ച് മുന്നേ കണ്ടതുപോലെ, ന്യൂസിൽ കണ്ടതുപോലെ, നമ്മുടെ ഏഷ്യൻ പാരൻസ് പൊതുവെ അവർ ഓരോ ട്രിപ്പുകൾ പോകാറുണ്ട് സ്കൂൾ ടൈമിൽ. അപ്പൊ ആ സമയത്തൊക്കെ ഇവർ ലീവ് എടുത്ത് ചിലപ്പോൾ കള്ളം പറഞ്ഞിട്ട് പോകാറുണ്ട്, ചിലപ്പോൾ സത്യം പറഞ്ഞിട്ട് പോകാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത് ഒരു കുട്ടി ഒരു ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നുണ്ടാവും, നമ്മൾ ഡെഫിനറ്റ്ലി അറിയും. അത് നമുക്ക് കാരണം എല്ലാ കുട്ടികളും നമ്മുടെ സ്കൂളിൽ ഏകദേശം 1500 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഈ കുട്ടികളുടെയൊക്കെ അറ്റൻഡൻസ് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ഈ കുട്ടി വന്നില്ല, ഇന്നൊരു റീസൺ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാരന്റ്സിനോട് ചോദിക്കും. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വന്നു, ഇങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പാരന്റ്സ് റീസൺ ഇല്ലാതെ പറയാൻ നേരത്ത് നമ്മൾ ഫോൺ കോൾ ചെയ്യും. അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തിലേക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് വിസിറ്റ് ചെയ്യാറുണ്ട്. ഒരു സേഫ് ഗാർഡിങ് ഇഷ്യൂ ആണ്. അപ്പൊ ഇതനുസരിച്ചിട്ട് നമ്മൾ നോക്കും. അതുപോലെ ഇവർ ലീവ് എടുത്തിട്ട് പോകാറുണ്ട്. എബ്രോഡ് പോകുന്ന സമയത്ത് നമ്മളൊരു 4 days വരെ നമ്മൾ അൺഓതറൈസ്ഡ് ലീവായിട്ട് വെക്കും, ടേം ടൈം ലീവായിട്ട് വെക്കും. 5 days ആയി കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം ആഫ്റ്റർനൂൺ രജിസ്ട്രേഷന് കുട്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫൈൻ എലിജിബിൾ ആയിട്ടുണ്ടാവും പാരന്റ്സ്. അപ്പൊ അതിന്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറെ മെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്ത് പാരന്റ്സിന് അയക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇത് ഓതറൈസ് ചെയ്യണോ അൺഓതറൈസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നുണ്ടാവും. ആഫ്റ്റർ ഓൾ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഈ ഒരു വലിയ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് കൊച്ചു നമ്മുടെ സ്കൂളിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചെങ്കിൽ, ഈ പേപ്പർ വർക്ക് ഇതുവരെയുള്ള ചെയ്ത എല്ലാ സെറ്റ് ഓഫ് ഇൻഫർമേഷനും കൂടെ ഗ്യാദർ ചെയ്തിട്ട് എഡ്യൂക്കേഷൻ വെൽഫെയർ ഓഫീസറിന് സബ്മിറ്റ് ചെയ്യും. അവിടെ നിന്നാണ് കൗൺസിലിലേക്ക് ചെന്നിട്ട് പെർ പാരന്റ് ആണ്, അതായത് അമ്മയ്ക്കും അച്ഛനും സെപ്പറേറ്റ് ഒരു എമൗണ്ട് ഫൈനായിട്ട് വരുന്നുണ്ടാവുക. ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫൈനിന്റെ പുറത്ത് അതിന്റെ പെനാലിറ്റികൾ വരും. അതുപോലെ ഈ ഒരു ഒഫൻസ് 3 വർഷത്തിൽ 2 വട്ടം ചെയ്തു കഴിഞ്ഞാൽ, 2ാമത്തെ വട്ടം ചെയ്യുന്ന സമയത്ത് ഫൈൻ നല്ലൊരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. 3ാമത്തെ വട്ടം ഇതേ ഒരു പ്രശ്നം തന്നെ പാരന്റ്സ് റിപ്പീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഒഫൻസ് ആണ്.
അത് ഭയങ്കര വലിയൊരു ഒഫൻസ് ആണ്. നമ്മുടെ DBS ചെക്കിലൊക്കെ കാണിക്കാൻ പറ്റുന്ന സേഫ് ഗാർഡിങ്ങിൽ വരുന്ന വലിയൊരു ഒഫൻസ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഏഷ്യൻ പാരന്റ്സ് പൊതുവെ ഈ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ 3 പ്രാവശ്യമൊക്കെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ചില കാര്യങ്ങൾ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത ഡേറ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഓതറൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ സിനാരിയോ ഡേയ്സും കാര്യങ്ങളും ഒക്കെ വേരി ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പാരന്റ്സുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാരന്റ്സ് അത് കഴിഞ്ഞാൽ സ്റ്റുഡൻസുമായിട്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് അത്ര എന്താ പറയാ നമ്മൾ ചെയ്യുന്ന എൻ്റെ ജോലി അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പാരന്റ്സിന്. അപ്പം എപ്പോഴും പാരന്റ്സുമായിട്ടൊരു കാര്യങ്ങൾ സംസാരിക്കലും ഓതറൈസ് ചെയ്തലെന്ന് പറയുമ്പോൾ അവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ ദേഷ്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്, ത്രൂ മെയിൽ ഫോണിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇപ്പം നമ്മൾ അയക്കുന്ന ഒരു മെയിലിൽ നിന്നായിരിക്കും അവർ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കോർട്ടിൽ പോവാം. നമ്മളൊരു ഡേറ്റ് തെറ്റിപ്പോയിക്കാൻ ചിലപ്പോൾ കോർട്ടിൽ നിന്ന് ഇവർക്ക് ഫൈന് ഇന്നെലിജിബിൾ ആവാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്ഫുൾ ആണ്, പക്ഷെ എന്നാൽ ഭയങ്കര എന്താ പറയാ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോളാണ്. പക്ഷെ സ്കൂളിലാണ്. പക്ഷെ എല്ലാവരും പറയും സ്കൂളിലല്ലേ സുഖമല്ലേ എന്ന്. അത്ര സുഖമൊന്നും ഇല്ല ബേസിക്കലി. പക്ഷെ എനിക്ക് എൻ്റെ ജോലി ബേസിക്കലി ഇഷ്ടമാണ്. ഇങ്ങനെ ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ചെയ്യുക. അതുപോലെ സിമിലർ റോൾ ഇതേപോലത്തെ എന്തെങ്കിലും റോൾസ് ഞാൻ കേട്ടിട്ടില്ല. ആക്ച്വലി ഞാൻ കയറുന്നതിന് മുന്നേ ഈ റോളിനെ പറ്റിയിട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതേപോലത്തെ റോള് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ.